ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബാംബൂസ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ നമ്മളൊരു റവ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ദോശയിൽ ഇതൊരു റവ വെച്ചിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പോവാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ചെറിയുള്ളി, ഇത് വെളിച്ചെണ്ണയാണ്, ഇത് കടലപ്പരിപ്പ്, പിന്നെ നമ്മുടെ റവ, പിന്നെ നമ്മുടെ ചെപ്പ്, മല്ലിച്ചെപ്പാണ്, പിന്നെ കറിവേപ്പില, പിന്നെ മുളക്. ആദ്യം നമ്മൾ നമ്മുടെ റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്, ഇങ്ങനെ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലാണ് അരയ്ക്കുന്നത്. ഇത് അരച്ചു കഴിഞ്ഞു, നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അൻപത് ഗ്രാമാണ് നമ്മുടെ കടലപ്പരിപ്പ് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ധാന്യം തന്നെ അരിഞ്ഞു വെച്ചതാണ്. ഇതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചെപ്പാണ്, നമ്മുടെ മല്ലിച്ചെപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കിയ കൂട്ട് നേരെ നമ്മളുടെ മറ്റേ റവ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ ദോശ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ പരത്തി കൊടുക്കാം. മൂടി വെക്കാം. ഇനി ഇതിന് മേലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടണം, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം.
ഇത് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്.